ന്യൂജൻ കുട്ടികളുടെ ഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. എന്നാൽ അവർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമ്മളുടെ വാല്യൂ ടൈം. എല്ലാവരും, ഞാനടക്കം എല്ലാവരും ഫോണിന് അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കളികളും ചിരികളും പലതും മിസ് ചെയ്യണുണ്ട്. പറ്റണില്ല അവരുടെ കൂടെ ഒരുപാട് സമയം അവരെ മാത്രം നോക്കിക്കൊണ്ട് പണ്ടത്തെ അമ്മമാരുടെ പോലെ സാക്രിഫൈസ് ചെയ്യാനും ഡെഡിക്കേറ്റ് ചെയ്യാനൊന്നും. പിന്നെ മിസ് ഉണ്ടാവുക ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള അടിയായിരിക്കും. പണ്ടൊക്കെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പാട് ആർക്കാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയായിരിക്കും. അല്ലാതെ എക്സ്പ്രഷൻ ഇട്ടിട്ട് ചളമാക്കില്ല. ഭയങ്കര സ്ട്രോങ് ആണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അടി കിട്ടുമ്പോൾ കൈ വലിക്കാതെ കാണിച്ചു കൊടുക്കും. വേദനകൾ സഹിക്കാനുള്ള കഴിവ് അന്നത്തെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇന്നും ക്ലാസ് റൂമുകളിൽ വേദനകൾക്ക് കുറവൊന്നുമില്ല. പക്ഷേ പരസ്പരം കടിപിടി കൂടി കിട്ടുന്ന വേദനകളാണെന്ന് മാത്രം. ഇന്ന് 4ാം ക്ലാസ്സുകാരൻ മാർക്ക് കണ്ടു എന്നൊക്കെ വീമ്പ് പറയുമ്പോൾ അന്ന് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് വലുതായ ഞാനും ടീച്ചറാവും, എന്നിട്ട് ഇന്ന് അടിച്ച ടീച്ചേഴ്സിൻ്റെ മക്കളൊക്കെ അന്ന് ഞങ്ങൾ അടിക്കുമെന്നായിരുന്നു. പടച്ചോൻ അത് കബൂലാക്കി. അന്ന് എന്നെ അടിച്ച ചില ടീച്ചേഴ്സെങ്കിലും എൻ്റെ മുന്നിൽ പാരൻസ് ആയിട്ട് വന്നിരുന്നു. പക്ഷേ അപ്പോഴേക്കും അന്ന് അവർ തല്ലി പഠിപ്പിച്ചതിൻ്റെ മഹത്വം മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അവരോട് ആരോടും തന്നെ വെറുപ്പിൻ്റെ ഒരു കണിക പോലും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ മക്കളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും മാത്രമാണ് തോന്നിയത്. രോഗം കാർന്നു തിന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഓർമ്മകളിൽ പോലും അന്ന് തല്ലി പഠിപ്പിച്ച ചില ടീച്ചേഴ്സിൻ്റെ പേരുകളായിരുന്നു. ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. കുട്ടികളെ എല്ലാവരെയും അടിച്ചു വളർത്തേണ്ട കാര്യമൊന്നുമില്ല. നന്നായി വളർത്തിയ മക്കൾ നന്നായി തന്നെ വളരും. പക്ഷേ വളർത്തുദോഷം ഉണ്ടെങ്കിൽ എവിടെയാണ് പിഴവ് വന്നിട്ടുള്ളത്, ആ പിഴവ് മാറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ സമൂഹത്തിന് പോലും ദോഷമാണെന്നുള്ള രീതിക്കാണ് ഇപ്പോഴത്തെ ന്യൂസുകൾ കാണുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ 3 ടീച്ചേഴ്സിനെ സസ്പെൻഡ് ചെയ്തത്രേ. കുട്ടികൾ റാഗിങ് ചെയ്യുന്നത് കണ്ടിട്ടും പ്രതികരിച്ചില്ല എന്നുള്ള പേരിൽ. ജീവഭയം ആർക്കാണില്ലാത്തത്? സതുപദേശവുമായിട്ട് ഇത്തരത്തിൽ കാടത്തം കാണിക്കുന്ന മക്കളുടെ അടുത്തേക്ക് പോയാൽ ടീച്ചറിൻ്റെ ജീവന് വരെ ഭീഷണിയാണ്. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ ചൂരൽ പ്രയോഗമായാലോ? അപ്പോൾ ഡിസ്മിസലാവും, സസ്പെൻഷനല്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ടീച്ചർക്കെതിരെ തിരിയും. റാഗിങ് എല്ലാം തേഞ്ഞു മാഞ്ഞു പോവും. പകരം ടീച്ചർ കുട്ടിയെ അടിച്ചു, കുറ്റക്കാരിയായ ടീച്ചർക്ക് ജയിൽ ശിക്ഷയും പിഴയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതിനേക്കാളൊക്കെ നല്ലത് പ്രതികരിക്കാതിരുന്നിട്ട് ഒരു സസ്പെൻഷൻ മേടിക്കുന്നതല്ലെന്ന് ടീച്ചറും കരുതിയിട്ടുണ്ടാവും.